25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, പദവിയുടെ ആധാരം പഠനമാണ്. ആര് പുരാതന ഭക്തരായിരുന്നുവോ അവർ നന്നായി പഠിക്കും, പദവിയും നല്ലത് നേടും. ചോദ്യം: ആര് ബാബയുടെ ഓർമ്മയിലിരിക്കുന്നുവോ അവരുടെ അടയാളങ്ങൾ എന്തായിരിക്കും? ഉത്തരം: ഓർമ്മയിൽ ഇരിക്കുന്നവരിൽ നല്ല ഗുണങ്ങൾ ഉണ്ടായിരിക്കും. അവർ പവിത്രമായിക്കൊണ്ടിരിക്കും. റോയൽറ്റി വന്നുകൊണ്ടിരിക്കും. പരസ്പരം മധുരതയോടെ ഷീർഖണ്ഡായി ഇരിക്കും. മറ്റുള്ളവരെ നോക്കാതെ സ്വയം തന്നെ നോക്കും. അവരുടെ ബുദ്ധിയിലുണ്ടായിരിക്കും, ആര് ചെയ്യുമോ അവർ നേടും. ഓം ശാന്തി. കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നു, ഈ ഭാരതത്തിൻ്റെ ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിൻ്റെ ശാസ്ത്രം ഗീതയാണ്. ഈ ഗീത ആരാണ് ഉച്ചരിച്ചത്? ഇത് ആർക്കും അറിയില്ല. ഇത് ജ്ഞാനത്തിൻ്റെ കാര്യങ്ങളാണ്. പിന്നെ ഈ ഹോളി തുടങ്ങിയവയൊന്നും നമ്മുടെ ഉത്സവമല്ല. അതെല്ലാം ഭക്തിമാർഗത്തിലെ ഉത്സവമാണ്. ഉത്സവം കേവലം ഒരു ത്രിമൂർത്തി ശിവജയന്തിയുടേതാണ്. ഇത്രമാത്രം. ശിവജയന്തി എന്ന് മാത്രമായി ഒരിക്കലും പറയുവാൻ പാടില്ലാത്തതാണ്. ത്രിമൂർത്തി എന്ന വാക്ക് ചേർക്കാതിരുന്നാൽ മനുഷ്യർ മനസ്സിലാക്കുകയില്ല. ഇതുപോലെ ത്രിമൂർത്തിയുടെ ചിത്രമുണ്ട്. താഴെ എഴുതുന്നു, ദൈവിക സ്വരാജ്യം താങ്കളുടെ ജന്മസിദ്ധ അധികാരമാണ്. ശിവഭഗവാൻ പിതാവുമാണല്ലോ. തീർച്ചയായും വരുന്നു, വന്ന് സ്വർഗത്തിൻ്റെ അധികാരിയാക്കുന്നു. സ്വർഗത്തിൻ്റെ അധികാരിയായതു തന്നെ രാജയോഗം പഠിക്കുന്നതിലൂടെയാണ്. ചിത്രങ്ങളുടെ ഉള്ളിൽ വളരെയധികം ജ്ഞാനമുണ്ട്. ഇങ്ങനെയുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കണം. അത് കണ്ട് മനുഷ്യർ അത്ഭുതപ്പെടണം. അതും ആര് വളരെയധികം ഭക്തി ചെയ്തിട്ടുണ്ടാകുമോ അവർ തന്നെയാണ് വളരെ നല്ല രീതിയിൽ ജ്ഞാനം എടുക്കുന്നത്. ഭക്തി കുറച്ച് ചെയ്തവർ ജ്ഞാനവും കുറച്ചേ എടുക്കുകയുള്ളൂ. അപ്പോൾ പദവിയും കുറഞ്ഞതായിരിക്കും നേടുക. ദാസദാസിമാരും നമ്പർ വൈസാണല്ലോ. മുഴുവൻ ആധാരവും പഠനത്തിന്മേലാണ്. നിങ്ങളിലും നല്ല രീതിയിൽ യുക്തിയോടെ സംസാരിക്കാൻ കഴിയുന്ന വളരെ കുറച്ചു പേരേ ഉള്ളൂ. നല്ല കുട്ടികളുടെ ആക്ടിവിറ്റിയും നല്ലതായിരിക്കും. ഗുണവും സുന്ദരമായിരിക്കേണ്ടതാണ്. എത്രത്തോളം ബാബയുടെ ഓർമ്മയിലിരിക്കുമോ അപ്പോൾ പവിത്രമായിക്കൊണ്ടിരിക്കും. റോയൽറ്റിയും വന്നുകൊണ്ടിരിക്കും. ചിലയിടങ്ങളിലാണെങ്കിൽ ശൂദ്രരുടെ പെരുമാറ്റം വളരെ നല്ലതാണ്. ഇവിടെ ബ്രാഹ്മണ കുട്ടികളുടെ പെരുമാറ്റം ഇങ്ങനെയുള്ളതാണ്, കാര്യം ചോദിക്കുകയേ വേണ്ട. അതിനാൽ അവരും പറയുന്നു, ഇവരെ ഈശ്വരനാണോ പഠിപ്പിക്കുന്നത്? അതിനാൽ കുട്ടികളുടെ ഇങ്ങനെയുള്ള പെരുമാറ്റം ഉണ്ടാകാൻ പാടില്ല. വളരെ മധുരവും ഷീർഖണ്ഡും ആയിരിക്കേണ്ടതാണ്. ആര് ചെയ്യുമോ അവർ നേടും. ചെയ്യുകയില്ലെങ്കിൽ നേടുകയില്ല. ബാബയാണെങ്കിൽ നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ആദ്യം പരിധിയില്ലാത്ത ബാബയുടെ പരിചയം നൽകിക്കൊണ്ടിരിക്കൂ. ത്രിമൂർത്തിയുടെ ചിത്രം വളരെ നല്ലതാണ്. സ്വർഗവും നരകവും 2 ഭാഗത്തുണ്ട്. ഗോളത്തിലും ക്ലിയറാണ്. ഏത് ധർമ്മത്തിലുള്ളവർക്കും ഈ ഗോളം ഉപയോഗിച്ച് വൃക്ഷം ഉപയോഗിച്ചും നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. ഈ കണക്കനുസരിച്ച് നിങ്ങൾക്ക് സ്വർഗമാകുന്ന പുതിയ ലോകത്തിൽ വരാൻ സാധിക്കില്ല. ഏതൊന്നാണോ ഏറ്റവും ഉയർന്ന ധർമ്മം ആയിരുന്നത്, ഏറ്റവും സമ്പന്നമായിരുന്നത്, അത് തന്നെ ഏറ്റവും ദരിദ്രമായിരിക്കുകയാണ്. ആരാണോ ഏറ്റവും ആദ്യം ഉണ്ടായിരുന്നത് അവരുടെ സംഖ്യയാണ് കൂടുതലായിരിക്കേണ്ടത്. പക്ഷേ ഹിന്ദുക്കൾ ധാരാളം പേർ മറ്റ് ധർമ്മങ്ങളിലേക്ക് കൺവേർട്ടായി പോയി. സ്വന്തം ധർമ്മത്തെ അറിയാത്തത് കാരണം മറ്റ് ധർമ്മങ്ങളിലേക്ക് പോയി. അല്ലെങ്കിൽ ഹിന്ദു ധർമ്മം എന്ന് പറയുന്നു. തൻ്റെ ധർമ്മത്തെയും മനസ്സിലാക്കുന്നില്ല.
ഈശ്വരനെ വളരെയധികം വിളിക്കുന്നു ശാന്തി ദേവ എന്ന്. പക്ഷേ ശാന്തിയുടെ അർത്ഥം മനസ്സിലാക്കുന്നില്ല. പരസ്പരം ശാന്തിയുടെ പ്രൈസ് നൽകിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ വിശ്വത്തിൽ ശാന്തി സ്ഥാപിക്കുന്നതിന് നിമിത്തമായിരിക്കുന്ന കുട്ടികളായി നിങ്ങൾക്ക് ബാബ വിശ്വത്തിൻ്റെ രാജപദം പ്രൈസായി നൽകുന്നു. ഈ സമ്മാനവും നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ചാണ് ലഭിക്കുന്നത്. നൽകുന്നവൻ ഭഗവാനായ ബാബയാണ്. സമ്മാനം എത്ര വലുതാണ്! സൂര്യവംശി വിശ്വത്തിലെ രാജപദം. ഇപ്പോൾ കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിൽ മുഴുവൻ വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും വർണ്ണവും മറ്റും എല്ലാം ഉണ്ട്. വിശ്വത്തിൻ്റെ രാജപദം നേടണമെങ്കിൽ അല്പം പ്രയത്നിക്കേണ്ടതുണ്ട്. പോയിൻറ്റ്സ് ആണെങ്കിൽ വളരെ സഹജമാണ്. ടീച്ചർ ഏത് കാര്യമാണോ നൽകുന്നത് അത് ചെയ്ത് കാണിക്കേണ്ടതാണ്. അപ്പോൾ ബാബ നോക്കും ആരിലാണ് പൂർണ്ണ ജ്ഞാനമുള്ളതെന്ന്. ചില കുട്ടികളാണെങ്കിൽ മുരളിയിലും ശ്രദ്ധ നൽകുന്നില്ല, റെഗുലറായി മുരളി പഠിക്കുന്നില്ല. ആരാണോ മുരളി പഠിക്കാത്തത് അവർ ആരുടെ എന്ത് മംഗളമാണ് ചെയ്യാൻ കഴിയുക? ധാരാളം കുട്ടികളുണ്ട്, അവർ യാതൊരു മംഗളവും ചെയ്യുന്നില്ല. തൻ്റേതും ചെയ്യുന്നില്ല, മറ്റുള്ളവരുടേതും ചെയ്യുന്നില്ല. അതിനാൽ കുതിരസവാരി കാലാൾ എന്ന് പറയുന്നു. ചില മഹാരഥികളുണ്ട്. സ്വയവും മനസ്സിലാക്കാൻ സാധിക്കും ആരെല്ലാമാണ് മഹാരഥിയെന്ന്. ഇങ്ങനെ പറയുന്നു, ബാബ ഗുൽസാറിനെയും കുമാരക്കായെയും മനോഹറിനെയും അയക്കൂ. കാരണം സ്വയം കുതിരസവാരിയാണ്, മറ്റവർ മഹാരഥിയാണ്. ബാബയ്ക്കാണെങ്കിൽ എല്ലാ കുട്ടികളെയും നല്ല രീതിയിൽ അറിയാൻ സാധിക്കുന്നു. ചിലരെ ഗ്രഹപ്പിഴയും ബാധിക്കുന്നുണ്ടല്ലോ. ചില നല്ല നല്ല കുട്ടികൾ മായയുടെ കൊടുങ്കാറ്റ് വരുന്നതിലൂടെ സ്ഥിരതയില്ലാത്തവരായി മാറുന്നു. ജ്ഞാനത്തിൻ്റെ ഭാഗത്ത് അറ്റൻഷനെ പോകുന്നില്ല. ബാബയ്ക്ക് ഓരോരുത്തരുടെയും സർവീസിലൂടെ അറിയാൻ കഴിയുമല്ലോ. സർവീസ് ചെയ്യുന്നവർ തൻ്റെ മുഴുവൻ സമാചാരവും ബാബയ്ക്ക് നൽകിക്കൊണ്ടിരിക്കും. കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്, ഗീതയുടെ ഭഗവാൻ നമ്മളെ വിശ്വത്തിൻ്റെ അധികാരി ആക്കിക്കൊണ്ടിരിക്കുന്നു. ധാരാളം പേരുണ്ട്, അവർ ഗീതയെ മനഃപാഠമാക്കുന്നു, ആയിരക്കണക്കിന് രൂപ സമ്പാദിക്കുന്നു. നിങ്ങൾ ബ്രാഹ്മണ സമ്പ്രദായമാണ്, അത് പിന്നെ ദൈവിക സമ്പ്രദായമാകുന്നു. ഈശ്വരൻ്റെ സന്താനങ്ങളായി എല്ലാവരും സ്വയം പറയുന്നു, പിന്നെ പറയുന്നു നമ്മൾ ഏവരും ഈശ്വരനാണ്. ആർക്ക് എന്ത് തോന്നുമോ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭക്തിമാർഗത്തിൽ മനുഷ്യരുടെ അവസ്ഥ എന്തായിരിക്കുകയാണ്? ഈ ലോകം തന്നെ അയനീഷ്ടം പതീതവുമാണ്. ഈ ചിത്രത്തിലൂടെ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിക്കാൻ സാധിക്കും. ഒപ്പം ദൈവിക ഗുണവും ആവശ്യമാണ്. ആഗമയും പുറമേയും സത്യത വേണം. ആത്മാവ് തന്നെയാണ് അസത്യമായിരിക്കുന്നത്. അതിനെ വീണ്ടും സത്യമായ ബാബ സത്യത ഉള്ളതാക്കുന്നു. ബാബ തന്നെയാണ് വന്ന് സ്വർഗത്തിൻ്റെ അധികാരിയാക്കുന്നത്, ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യിക്കുന്നത്. കുട്ടികളായ നിങ്ങൾക്കറിയാം, നമ്മൾ ഇങ്ങനെ ലക്ഷ്മി നാരായണനും ഗുണവാനും ആയിക്കൊണ്ടിരിക്കുന്നു. തൻ്റെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കൂ. നമ്മളിൽ ഏതെങ്കിലും ആസുരീയ ഗുണം ഇല്ലല്ലോ. മുന്നോട്ട് പോകവേ മായയുടെ അടി ഈ വിധം കൊള്ളുന്നു. അതിലൂടെ അനേകം പേർ വീണു പോകുന്നു. നിങ്ങളെ സംബന്ധിച്ച് ഈ ജ്ഞാനവും വിജ്ഞാനവും തന്നെയാണ് ഹോളിയും ദുരിയയും. അവരും ഹോളിയെയും ദുരിയയും ആഘോഷിക്കുന്നു. എന്നാൽ അതിൻ്റെ അർത്ഥമെന്താണ്? ഇതും ആരും അറിയുന്നില്ല. വാസ്തവത്തിൽ ഇത് ജ്ഞാനവും വിജ്ഞാനവുമാണ്. അതിലൂടെ നിങ്ങൾ സ്വയം തന്നെ വളരെ ഉയർന്നതാക്കി മാറ്റുന്നു. അവരാണെങ്കിൽ എന്തെല്ലാം ചെയ്യുന്നു? പൊടി വിതറുന്നു. കാരണം ഇത് രൗരവ നരകമാണ്. പുതിയ ലോകത്തിൻ്റെ സ്ഥാപനയുടെയും പഴയ ലോകത്തിൻ്റെ വിനാശത്തിൻ്റെയും കർത്തവ്യം നടന്നുകൊണ്ടിരിക്കുന്നു. ഈശ്വരീയ സന്താനങ്ങളായ നിങ്ങളെയും മായ പൂർണ്ണമായും ഇടിക്കുന്നു. അതിലൂടെ ശക്തമായി ചതുപ്പിൽ വീണു പോകുന്നു.
പിന്നെ അതിൽ നിന്നും പുറത്തിറങ്ങുന്നത് വളരെ പ്രയാസമാകുന്നു. ഇതിൽ പിന്നെ ആശീർവാദത്തിൻ്റെയും മറ്റും ഒരു കാര്യവുമില്ല. പിന്നെ ഈ ഭാഗത്ത് കയറാൻ സാധിക്കുന്നത് പ്രയാസമാണ്. അതിനാൽ വളരെ ജാഗ്രത ആവശ്യമാണ്. മായയുടെ യുദ്ധത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി ഒരിക്കലും ദേഹാഭിമാനത്തിൽ കുടുങ്ങാതിരിക്കൂ. സദാ ജാഗ്രത. എല്ലാവരും സഹോദരി സഹോദരനാണ്. ബാബ എന്ത് പഠിപ്പിച്ചുവോ അത് തന്നെയാണ് സഹോദരിമാർ പഠിപ്പിക്കുന്നത്. മഹത്വം ബാബയുടേതാണ്, സഹോദരിമാരുടേതല്ല. ബ്രഹ്മാവിൻ്റേതുമല്ല മഹത്വം. ഇദ്ദേഹവും പുരുഷാർത്ഥത്തിലൂടെ പഠിച്ചതാണ്. പുരുഷാർത്ഥം നന്നായി ചെയ്തു വന്നാൽ തൻ്റെ മംഗളം ചെയ്തു എന്നാണ് നമ്മളെയും പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ സ്വന്തം മംഗളം ചെയ്യണം. ഇന്ന് ഹോളിയാണ്. ഇപ്പോൾ ഹോളിയുടെ ജ്ഞാനവും കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ജ്ഞാനവും വിജ്ഞാനവും. പഠനത്തെ നോളജ് എന്ന് പറയുന്നു. വിജ്ഞാനം എന്ത് വസ്തുവാണ്? ആർക്കും അറിയില്ല. വിജ്ഞാനം ജ്ഞാനത്തിനും ഉപരിയാണ്. ജ്ഞാനം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നു. അതിലൂടെ നിങ്ങൾ പ്രാപ്തി നേടുന്നു. പിന്നെ അതാണ് ശാന്തിധാം. ഇവിടെ പാട്ട് അഭിനയിച്ച് ക്ഷീണിച്ചു പോകുന്നു. അപ്പോൾ പിന്നെ ശാന്തിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിൽ ഈ ചക്രത്തിൻ്റെ ജ്ഞാനമുണ്ട്. ഇപ്പോൾ നമ്മൾ സ്വർഗത്തിൽ പോകും. പിന്നെ 84 ജന്മങ്ങളെടുത്ത് നരകത്തിൽ വരും. വീണ്ടും അതേ അവസ്ഥയുണ്ടാകും. ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിൽ നിന്നും ആർക്കും ഒഴിവാകാൻ സാധിക്കില്ല. ചിലർ പറയുന്നു, ഈ ഡ്രാമ ഉണ്ടാക്കപ്പെട്ടത് തന്നെ എന്തിന്? ഇത് പുതിയ ലോകത്തിൻ്റെയും പഴയ ലോകത്തിൻ്റെയും കളിയാണ്. അനാദിയായി ഉണ്ടാക്കപ്പെട്ടതാണ്. വൃക്ഷത്തെക്കുറിച്ച് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഏറ്റവും ആദ്യത്തെ മുഖ്യ കാര്യമാണ് ബാബയെ ഓർമ്മിക്കൂ. അപ്പോൾ പാവനമായി മാറും. മുന്നോട്ട് പോകവേ മനസ്സിലാകും ആരെല്ലാമാണ് ഈ കുലത്തിലേതെന്നും മറ്റ് ധർമ്മങ്ങളിലേക്ക് കൺവേർട്ടായി പോയതെന്നും. അവരും വന്നുകൊണ്ടിരിക്കും. എപ്പോഴാണോ എല്ലാവരും വരുന്നത് അപ്പോൾ മനുഷ്യർ അത്ഭുതപ്പെടും. എല്ലാവരോടും ഇത് പറയണം, ദേഹാഭിമാനം ഉപേക്ഷിച്ച് ദേഹി അഭിമാനിയാകൂ. നിങ്ങളെ സംബന്ധിച്ച് പഠനം തന്നെയാണ് വലിയ ഉത്സവം. അതിലൂടെ നിങ്ങളുടെ എത്ര സമ്പാദ്യം ഉണ്ടാകുന്നു. അവരാണെങ്കിൽ ഈ ഉത്സവങ്ങൾ ആഘോഷിക്കുന്നതിന് എത്ര ധനവും മറ്റും പാഴാക്കുന്നു. എത്ര വഴക്കുകളും മറ്റും ഉണ്ടാകുന്നു. പഞ്ചായത്തി രാജ്യത്തിൽ എത്ര വഴക്ക് തന്നെ വഴക്കാണ്. കൈക്കൂലി കൊടുത്തുകൊണ്ടുപോലും ആരെങ്കിലും കൊല്ലാനും ശ്രമിക്കുന്നു. ഇങ്ങനെയുള്ള ധാരാളം ഉദാഹരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കുട്ടികൾക്കറിയാം, സത്യയുഗത്തിൽ ഒരു ഉപദ്രവവും ഉണ്ടാകുന്നതേയില്ല. രാവണ രാജ്യത്തിൽ വളരെയധികം ഉപദ്രവമുണ്ട്. ഇപ്പോഴാണെങ്കിൽ തമോ പ്രധാനമാണല്ലോ. പരസ്പരമുള്ള അഭിപ്രായങ്ങൾ യോജിക്കാത്തത് കാരണം എത്ര വഴക്കുകളാണുള്ളത്. അതിനാൽ ബാബ മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു, ഈ പഴയ ലോകത്തെ മറന്ന് ഏകനായി മാറൂ. വീടിനെ ഓർമ്മിക്കൂ. തൻ്റെ സുഖധാമത്തെ ഓർമ്മിക്കൂ. ആരോടും അധികം സംസാരിക്കാതിരിക്കൂ. ഇല്ലെങ്കിൽ നഷ്ടമുണ്ടാകുന്നു. വളരെ മധുരമായി ശാന്തമായി സ്നേഹത്തോടെ സംസാരിക്കുന്നത് നല്ലതാണ്. അധികം സംസാരിക്കാത്തതാണ് നല്ലത്. ശാന്തിയിലിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കുട്ടികളായ നിങ്ങളാണെങ്കിൽ ശാന്തിയിലൂടെ വിജയം നേടുന്നു. ഒരു ബാബയുമായി അല്ലാതെ മറ്റാരോടും പ്രീതി യോജിപ്പിക്കരുത്. എത്രത്തോളം ബാബയിൽ നിന്നും പ്രോപ്പർട്ടി നേടാൻ ആഗ്രഹിക്കുന്നോ അത്രയും നേടൂ. അല്ലെങ്കിൽ ലൗകിക പിതാവിൻ്റെ പ്രോപ്പർട്ടിയുടെ മേൽ എത്ര വഴക്കുണ്ടാകുന്നു. ഇതിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. എത്ര ആഗ്രഹിക്കുന്നോ അത്രയും തൻ്റെ പഠനത്തിലൂടെ നേടാൻ സാധിക്കും. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദിയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. സത്യമായ ബാബ സത്യത ഉള്ളവരാക്കുവാൻ വന്നിരിക്കുന്നു. അതിനാൽ സത്യതയോടെ നടക്കണം.
തൻ്റെ പരിശോധന നടത്തണം. നമ്മളിൽ ഏതെങ്കിലും ആസുരീയ ഗുണം ഇല്ലല്ലോ? നമ്മൾ അധികം സംസാരിക്കുന്നില്ലല്ലോ? വളരെ മധുരമായി ശാന്തിയോടെ സ്നേഹത്തോടെ സംസാരിക്കണം. മുരളിയുടെ മേൽ പൂർണ്ണ ശ്രദ്ധ നൽകണം. ദിവസവും മുരളി പഠിക്കണം. തൻ്റെയും മറ്റുള്ളവരുടെയും മംഗളം ചെയ്യണം. ടീച്ചർ ഏതൊരു കാര്യം നൽകുന്നുവോ അത് ചെയ്ത് കാണിക്കണം. വരദാനം: ഹോളി എന്ന വാക്കിൻ്റെ അർത്ഥത്തെ ജീവിതത്തിൽ കൊണ്ടുവന്ന് പുരുഷാർത്ഥത്തിൻ്റെ സ്പീഡ് വേഗതയിലാക്കുന്ന തീവ്ര പുരുഷാർത്ഥിയായി ഭവിക്കട്ടെ. ഹോളി എന്നാൽ ഏതൊരു കാര്യം നടന്നുവോ കഴിഞ്ഞു പോയോ അതിനെ തീർത്തും ഇല്ലാതാക്കണം. കഴിഞ്ഞതിനെ കഴിഞ്ഞതാക്കി മുന്നോട്ട് പോകണം. ഇത് തന്നെയാണ് ഹോളി ആഘോഷിക്കുക എന്നത്. കഴിഞ്ഞുപോയ കാര്യം വളരെ പഴയ ഏതോ ജന്മത്തിലെ കാര്യമാണ് എന്ന പോലെ അനുഭവപ്പെടണം. എപ്പോഴാണോ ഇങ്ങനെയുള്ള സ്ഥിതി ഉണ്ടാകുന്നത് അപ്പോൾ പുരുഷാർത്ഥത്തിൻ്റെ സ്പീഡ് വേഗതയിലാകും. അപ്പോൾ തൻ്റെയോ മറ്റുള്ളവരുടെയോ കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഒരിക്കലും ചിന്തനത്തിൽ കൊണ്ടുവരരുത്, ചിത്തത്തിൽ വയ്ക്കരുത്, ഒരിക്കലും വർണ്ണിക്കുകയും ചെയ്യരുത്. അപ്പോൾ തന്നെയാണ് തീവ്ര പുരുഷാർത്ഥിയാകാൻ സാധിക്കുന്നത്. സ്ലോഗൻ: സ്നേഹം തന്നെയാണ് സഹജ ഓർമ്മയുടെ ഉപാധി. അതിനാൽ സദാ ആയിരിക്കണം, സ്നേഹിയാക്കുകയും വേണം. മാതേശ്വരി ജിയുടെ അമൂല്യ മഹാവാക്യം. ഗുപ്ത ബന്ധനസ്ഥരായ ഗോപികമാരുടേതാണ് മഹിമ. ഗീതം: കാണാതെ തന്നെ സ്നേഹിക്കും, വീട്ടിലിരിക്കവേ ഓർമ്മിക്കും. ഇപ്പോൾ ഈ ഗീതം ഒരു ബന്ധനസ്ഥയായ ലഹരിയുള്ള ഗോപികയാൽ പാടപ്പെട്ടതാണ്. ഇത് കൽപ്പകൽപ്പങ്ങളിലും ഉള്ള വിചിത്ര കളിയാണ്. കാണാതെ തന്നെ സ്നേഹിക്കുന്നു. പാവം ലോകം എന്തറിയാൻ? കഴിഞ്ഞ കൽപ്പത്തിലെ പാട്ട് കൃത്യമായി റിപ്പീറ്റായിക്കൊണ്ടിരിക്കുന്നു. ആ ഗോപിക വീടും കുടുംബവും ഉപേക്ഷിച്ചിട്ടില്ലായിരിക്കാം. എന്നാൽ ഓർമ്മയിൽ കർമ്മബന്ധനം സമാപ്തമാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവർ എത്ര സന്തോഷത്തിൽ നൃത്തമാടി ലഹരിയിൽ പാടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വാസ്തവത്തിൽ വീട് ഉപേക്ഷിക്കുന്നതിൻ്റെ കാര്യമില്ല. വീട്ടിലിരുന്നു കൊണ്ട് കാണാതെ ആ സുഖത്തിലിരുന്ന് സർവീസ് ചെയ്യണം. ഏത് സർവീസ് ചെയ്യണം? പവിത്രമായി പവിത്രമാക്കുന്നതിൻ്റെ. നിങ്ങൾക്ക് മൂന്നാമത്തെ നേത്രം ഇപ്പോൾ ലഭിച്ചു. ആദ്യം മുതൽ അന്തിമം വരെ ബീജത്തിൻ്റെയും വൃക്ഷത്തിൻ്റെയും രഹസ്യം നിങ്ങളുടെ ദൃഷ്ടിയിലുണ്ട്. അപ്പോൾ മഹത്വം ഈ ജീവിതത്തിൻ്റെതാണ്. ഈ നോളജിലൂടെ 21 ജന്മങ്ങളിലേക്ക് സൗഭാഗ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ അഥവാ അല്പമെങ്കിലും ലോകമര്യാദയോ വികാരി കുലത്തിൻ്റെ മര്യാദയോ ഉണ്ടെങ്കിൽ അവർക്ക് സർവീസ് ചെയ്യാൻ സാധിക്കില്ല. ഇത് സ്വന്തം പോരായ്മയാണ്. വളരെ പേർക്ക് ചിന്ത വരുന്നു, ഈ ബ്രഹ്മകുമാരിമാർ വീട് തകർക്കാൻ വന്നിരിക്കുകയാണ്. എന്നാൽ ഇതിൽ വീട് തകർക്കുന്നതിൻ്റെ കാര്യമില്ല. വീട്ടിലിരിക്കവേ പവിത്രമായി കഴിയണം, സർവീസും ചെയ്യണം. ഇതിൽ ഒരു പ്രയാസവും ഇല്ല. പവിത്രമാകുമ്പോൾ പവിത്ര ലോകത്തിൽ പോകുന്നതിൻ്റെ അധികാരിയാകും. പിന്നെ പോകേണ്ടതില്ലാത്തവരാരാണോ അവർ കഴിഞ്ഞ കൽപ്പത്തിലുള്ള ശത്രുതയുടെ പാർട്ട് അഭിനയിക്കും. ഇതിൽ ആരുടെയും കുറ്റമില്ല. ഏതുപോലെ നമ്മൾ പരമാത്മാവിൻ്റെ കാര്യത്തെ അറിയുന്നുവോ അതേപോലെ ഡ്രാമയുടെ ഉള്ളിൽ ഓരോരുത്തരുടെ പാർട്ടിനെ അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ വെറുപ്പ് വരിക സാധ്യമല്ല. ഇങ്ങനെയുള്ള തീവ്ര പുരുഷാർത്ഥികളായ ഗോപികമാർക്ക് റേസ് ചെയ്ത് വിജയമാലയിൽ വരാൻ സാധിക്കും. ശരി. ഓം ശാന്തി. അവ്യക്ത സൂചന: സത്യതയുടെയും സഭ്യതയുടെയും കൾച്ചർ സ്വായത്തമാക്കൂ. ഏതെല്ലാം ജ്ഞാനത്തിൻ്റെ ഗുഹ്യമായ കാര്യങ്ങളുണ്ടോ അതിനെ സ്പഷ്ടമാക്കുന്നതിനുള്ള വളരെ നല്ല വിധി താങ്കളുടെ അടുക്കലുണ്ട്. സ്പഷ്ടീകരണവുമുണ്ട്. ഓരോ പോയിന്റിനെയും ലോജിക്കലായി സ്പഷ്ടമാക്കാൻ സാധിക്കും.
സ്വന്തമായി അതോറിറ്റി ഉള്ളവരാണ്. ഏതെങ്കിലും മനോമയമോ കാൽപ്പനികമോ ആയ കാര്യങ്ങളെയല്ല. യഥാർത്ഥമാണ്, അനുഭവമാണ്. അനുഭവത്തിൻ്റെ അതോറിറ്റി, നോളജിൻ്റെ അതോറിറ്റി, സത്യതയുടെ അതോറിറ്റി. എത്ര അതോറിറ്റീസ് ഉണ്ട്! അപ്പോൾ അതോറിറ്റിയും സ്നേഹവും രണ്ടിനെയും ഒരുമിച്ച് കാര്യത്തിൽ വിനിയോഗിക്കൂ. ഓം ശാന്തി. മനസ്സിൻ്റെ ഏകാഗ്രതയുടെ ശക്തിയിലൂടെ ഞാൻ ഈ ശബ്ദത്തിൻ്റെ ലോകത്തിൽ നിന്നും ഉപരി ആവുകയാണ്. അതിസൂക്ഷ്മ ജ്യോതിർബിന്ദു സ്വരൂപമായ ഞാൻ ആത്മാവ് ഒരു സെക്കൻഡിൽ ശബ്ദത്തിനുപരിയായ എൻ്റെ സ്വീറ്റ് സൈലൻസ് ഹോമിൽ എത്തിച്ചേരുകയാണ്. മധുരമായ നിശബ്ദത നിറഞ്ഞ ദിവ്യമായ ശാന്തത നിറഞ്ഞ ഈ ലോകത്തിൽ ഞാൻ എൻ്റെ അനാദി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുകയാണ്. എൻ്റെ മാതാവും പിതാവുമായ ശിവപരമാത്മാവിൻ്റെ സമീപത്ത് പരമാത്മാ ഛത്രഛായയിൽ ആ ദിവ്യ പ്രേമത്തിൻ്റെ പരിപാലനയിൽ അതീന്ദ്രിയ സുഖമയ സ്ഥിതിയിൽ ലയിച്ചിരിക്കുകയാണ്. ഈ ദിവ്യ സ്നേഹത്തിൻ്റെ ഛത്രഛായയിൽ ഞാൻ സർവ വരദാനങ്ങൾ കൊണ്ടും സമ്പന്നമായി സന്തുഷ്ടമണി ആയിരിക്കുന്നു. എന്നിൽ നിന്നും സന്തോഷത്തിൻ്റെ അലകൾ നാനാഭാഗത്തും വ്യാപിക്കുകയാണ്. ശബ്ദത്തിൻ്റെ ലോകത്തിൽ പല പല ചിന്തകളാൽ, പല പല വിഘ്നങ്ങളാൽ പരവശരായ ആത്മാക്കളിൽ ഈ സന്തുഷ്ടതയുടെ അലകൾ എത്തിച്ചേരട്ടെ. പരിപാവനമായ ഈശ്വര സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഈ കിരണങ്ങൾ അവരുടെ ആത്മാവിനെ സ്പർശിച്ച് അവരെയും സന്തുഷ്ടമണിയാക്കി മാറ്റട്ടെ. അവരിലെ ചിന്തകൾ അകന്നു പോകട്ടെ.
പരമാത്മാ സ്നേഹസ്പർശം അവരിലും ഈശ്വരീയ സ്നേഹത്തിൻ്റെ ദിവ്യ അനുഭവം വരുത്തട്ടെ.